ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി വന്നെത്തിയ അതിഥിയെ നമ്മുടെ ഗീതു കൃത്യമായി കണ്ടുപിടിച്ചു. അത് വേറെ ആരുമായിരുന്നില്ല, അന്ന് ഗീതുവിൻ്റെ കൈകളിൽ ആ ആമാടപ്പെട്ടി കൊണ്ടുവന്ന് ഏൽപ്പിച്ച ആള്. ആ ഒരു മിന്നായം പോലെ കണ്ടിട്ട് പോയ ഒരാളെ നമ്മുടെ ഗീതു വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞു. എന്തായാലും ആ ഒരു വ്യക്തി അറക്കിലേക്ക് വരുന്നതോടുകൂടി രാധികയ്ക്കൊക്കെ പണി ഉറപ്പാണെന്നുള്ള കാര്യം എന്തായാലും 100% ഉറപ്പാണ്. അങ്ങനെ അവരുടെ കുടുംബസ്വത്തിന് അവകാശിയായി ആ അവകാശി എത്തിക്കഴിയുമ്പോഴേക്കും ഗോവിന്ദൻ്റെ പിടി മൊത്തത്തിൽ വിട്ടുപോകും. ഗോവിന്ദന് പേടിയാ, ഇനിയിപ്പോൾ ഇതാരെങ്കിലും അറിയോ, അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്നവരുടെ മുഖം മറ്റുള്ളവർ തിരിച്ചറിയോ എന്നൊക്കെയുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പേടി സ്വപ്നമായി ഗോവിന്ദൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇതിനു മുന്നോടിയായിട്ട് നമ്മുടെ ഗീതു ആണെങ്കിൽ ഗോവിന്ദനെ സ്നേഹം കൊണ്ട് പൊതിയുമാണ്. പൊതിയെന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റാരും അമ്പരന്ന് പോകുന്ന രീതിയിലുള്ള ആ ഒരു പ്രകടനങ്ങളൊക്കെയാണ് നമ്മുടെ ഗീതു കാഴ്ചവെക്കുന്നത്. എന്തായാലും ഗീതുവും ഗോവിന്ദനും വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഈ സമയത്താണ് കമ്പ്യൂട്ടറിൻ്റെ ആ പ്രോഗ്രാമുകളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തീർക്കാനായിട്ട് കിഷോറിനെയും അതുപോലെ തന്നെ അവർണികയെയും അറക്കിലേക്ക് ക്ഷണിച്ചതും അവർ വരുന്നതും. അവർ വന്നു കഴിഞ്ഞപ്പോൾ കിഷോറിൻ്റെ തൻ്റെ കാൽച്ചുവട്ടിൽ കിട്ടിയതല്ല ഗീതുവിന്. ഗീതു ആരാ പൊന്നുമോള്? ഗീതു എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാവോ? കിഷോറിൻ്റെ മുന്നിൽ കട്ട റൊമാൻസ് എന്ന് പറഞ്ഞാൽ കട്ട റൊമാൻസ് അഭിനയിച്ച് തകർക്കുക ഗീതു. അങ്ങനെ നമ്മുടെ കിഷോർ ഓരോ കാര്യങ്ങൾക്കായിട്ട് റൂമിലേക്ക് കയറി വരുമ്പോഴേക്കും ഒരു ഭാര്യയും ഭർത്താവും അവരുടെ സ്വകാര്യതകളിൽ എങ്ങനെയൊക്കെയാണോ ആ രീതിയിലൊക്കെ നമ്മുടെ ഗീതു ഗോവിന്ദനെ ചേർത്ത് നിർത്തി കാണിക്കുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും പ്രണയം അത് കാണാനുള്ള മാനസികാവസ്ഥ പോലും ഇല്ലാതെ ഭയങ്കര കലിപ്പിലാണ് കിഷോർ എന്നിട്ട് എന്ത് ചെയ്തു, അത് കാണും തോറും ഇങ്ങനെ കലിപ്പ് കയറി വരുന്നു. ഗീതു ആണെങ്കിൽ ഇവന് കലിപ്പ് കയറാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നു. അപ്പം ഗീതു കിഷോറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഗോവിന്ദൻ അങ്ങനെ ഫ്രീ ആയിട്ട് നിന്നു കൊടുക്കുക. ഇവൻ്റെ മുന്നിൽ ഗീതുവിന് ജയിക്കാൻ പറ്റുന്ന ഒരു അവസരമാണല്ലോ, അത് ഗീതു അങ്ങ് മാക്സിമം ഉപയോഗിച്ചോട്ടെ, ഗീതു അവൻ്റെ മുന്നിൽ ജയിച്ചോട്ടെ. ഇനിയിപ്പോൾ അവൻ ഒരിക്കലും ഗീതുവിൻ്റെ മുൻപിൽ യാതൊരു ഇതുമായിട്ട് വരാൻ പാടില്ല. അങ്ങനെ ആ ഒരു ഇതിൽ ഗോവിന്ദൻ നിന്നു കൊടുക്കുന്നു. ഗീതു അറിഞ്ഞങ്ങ് കയറി അങ്ങ് വിളയാടുകയാണെന്ന് പറയാം. ഈ സമയത്ത് കിഷോർ അവർണികയുടെ മുന്നിൽ ചെന്ന് ഇവരുടെ രണ്ടുപേരുടെയും സ്വകാര്യതകളെക്കുറിച്ച് വിളംബരം ചെയ്യുമ്പോൾ നിനക്ക് നാണമില്ലേ എന്ന് ചോദിച്ചു. നീ എന്തിനാ അവരുടെ ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കാൻ പോകുന്നേ? അവരുടെ ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് കൊണ്ട് നിനക്ക് എന്താ ഗുണമുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പം അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മനഃപൂർവ്വം ചെന്ന് ഒളിഞ്ഞു നോക്കിയതല്ല, ഞാൻ ഇന്ന സാഹചര്യത്തിൽ ചെന്നപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടതാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർണിക ശരിക്കും ശാസിക്കുകയാണ് കിഷോറിന് ജലസിയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് യഥാർത്ഥ സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും. അവർക്കിടയിൽ ഒളിയും മറയും ഒന്നുമില്ല. അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും, റൊമാൻറ്റിക് ആയിരിക്കും, അവരെപ്പോഴും അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർണിക ഇങ്ങനെ ആ ഒരു നല്ലൊരു ഇതിൽ സംസാരിക്കുന്നു. എന്തായാലും ഇതൊന്നും കേൾക്കാൻ മനസ്സില്ലാതെ കിഷോർ ഇങ്ങനെ കലിപ്പ് കയറിയിരിക്കും, ഇത് കുറച്ച് ഓവറാണെന്നൊക്കെ പറഞ്ഞു. നിനക്കത് ഓവറായിട്ട് തോന്നും എന്നും പറഞ്ഞ് അവർണിക കിഷോറിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേഡം പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് ഗീതു ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അവസാനമായി ചെയ്യാൻ തീരുമാനിച്ചത് ഗോവിന്ദന് വേണ്ടി ശയനപ്രദക്ഷിണം നടത്തുക എന്നുള്ളതാണ്. അത് ഗോവിന്ദനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോവിന്ദനാണെങ്കിൽ അതിന് സമ്മതിച്ചില്ല. അപ്പോൾ കണ്ണേട്ടൻ്റെ സമ്മതമൊന്നും എനിക്ക് വേണ്ട, എൻ്റെ കണ്ണേട്ടന് വേണ്ടി ഞാനത് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഗീതു അത് ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങുന്ന സമയത്ത് കണ്ണൻ കട്ട സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. എനിക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ ഇറങ്ങുന്ന പെണ്ണാണല്ലോ നമ്മുടെ ഗീതു. അതുകൊണ്ട് തന്നെ ഗീതുവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടെ വേണം. ഗീതുവിന് ഒറ്റയ്ക്ക് വിടാൻ പോലും പറ്റത്തില്ല. ഈ സമയത്ത് രാധികയാണെന്നുണ്ടെങ്കിൽ ഭദ്രൻ്റെ പേരിലുള്ള ആ ഒരു കേസും കാര്യങ്ങളും പിൻവലിപ്പിക്കാൻ വേണ്ടി കിടന്ന് പരിശ്രമിച്ച് ഓടിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഗോവിന്ദനെ ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് ഇങ്ങനെ കുറേ ഡയലോഗുകളൊക്കെ ഇറക്കി ഗീതുവിൻ്റെ മനസ്സ് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് തൽക്കാലം അതൊന്നും നടന്നിട്ടുമില്ല. ഭദ്രനാണെങ്കിൽ ജയിലിൽ തന്നെ സ്ഥിരതാമസമായി എന്നുള്ളൊരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഗീതു അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, നീ തനിച്ച് പോകണ്ട, ഞാനും വരാം എന്ന് പറഞ്ഞു. ഗോവിന്ദൻ ഗീതുവിൻ്റെ കൂടെ പോകുന്നു. അവിടെ ചെന്നു ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചു തൊഴുതതിനു ശേഷം ഗീതു അവിടുത്തെ കുളത്തിൽ, അപ്പോൾ തിരുമേനി പറഞ്ഞ അനുസരിച്ച് ഗീതു ചെയ്യും. അവിടുത്തെ കുളത്തിൽ കുളിച്ച് കയറി വന്ന് ശയനപ്രദക്ഷിണം ഈറനണിഞ്ഞ് അങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ ഗീതുവിൻ്റെ കൂടെ തന്നെയുണ്ട്. ശയനപ്രദക്ഷിണം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് തളർന്നു നിൽക്കുന്ന നമ്മുടെ ഗീതുവിനെ 2 കൈകൾ കൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഗീതുവിന് അതിൻ്റെതായ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടല്ലോ. അപ്പോഴും ഗോവിന്ദൻ ഗീതുവിന് എല്ലാം ചെയ്തു കൊടുത്ത് തണലായും താങ്ങായും ഇങ്ങനെ നിൽക്കുക.
അത് അവിടെ സംഭവിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗീതു ഓരോ ദിവസവും ഗോവിന്ദൻ്റെ മുന്നിലേക്ക് സ്നേഹത്തിൻ്റെ ഒരു പെരുമഴ തന്നെ പെയ്ച്ചു കൊടുക്കുന്നു. ഇത് കാണുമ്പോൾ ഗീതുവിന് ശരിക്കും ഗോവിന്ദനോട് ഇനി പ്രണയമാണോ എന്നുള്ളൊരു തോന്നൽ. ഗോവിന്ദൻ എന്നിട്ട് ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നു, ഇവൾ ഈ കാണിക്കുന്നത് വെറും കോപ്രായം അല്ലേ? ഇനി ഒരു പക്ഷേ ഇവൾക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമായിരിക്കോ? അതായിരിക്കോ യാഥാർത്ഥ്യം? അങ്ങനെയൊക്കെ ഗോവിന്ദൻ ചിന്തിക്കുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദനോട് ഗീതുവിനുള്ളത് യഥാർത്ഥ പ്രണയമാണെന്നുള്ളത് നമ്മുടെ ഗോവിന്ദൻ തിരിച്ചറിയുന്നു. പക്ഷെ ഗോവിന്ദൻ അത് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പുറമെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം ഗീതുവിൻ്റെ ഭാവി അത് നശിപ്പിക്കാൻ ഗോവിന്ദൻ ഒരിക്കലും തയ്യാറല്ല. ഗോവിന്ദന് ശരിക്കും ഗീതുവിൻ്റെ ഭാവിയാണ് വലുത്. അങ്ങനെ ഗോവിന്ദൻ അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് പോകുന്നു. പക്ഷെ ഗീതു ആണെന്നുണ്ടെങ്കിൽ ഏത് നിമിഷവും തൻ്റെ പ്രണയം തുറന്നു പറയാനുള്ള ആഗ്രഹം വെമ്പി നടക്കുക. ഇനിയിപ്പോൾ പറയാം, അല്ലെങ്കിൽ നാളെ പറയാം, ഇതൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ പല രീതിയിലും ഗോവിന്ദൻ്റെ മുന്നിൽ തൻ്റെ മനസ്സ് തുറക്കാൻ, പ്രണയം തുറന്നു പറയാനുള്ള ആ ഒരു ഇതിൽ നടക്കുമ്പോൾ ഗോവിന്ദനാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഗീതുവിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. കാരണം ഗീതു തന്നോട് പ്രണയം തുറന്നു പറഞ്ഞാൽ തനിക്ക് ഗീതുവിനോട് നോയും പറയാൻ പറ്റില്ല, യെസ്സും പറയാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ഗീതുവിന് അത് വല്ലാത്ത വിഷമാവും. അങ്ങനെ മനസ്സറിഞ്ഞ് ഗീതുവിനെ വിഷമിപ്പിക്കാൻ ഗോവിന്ദൻ ഒരിക്കലും തയ്യാറുമല്ല, താല്പര്യവും ഇല്ല. അങ്ങനെ ഗോവിന്ദൻ്റെ പ്രണയം അല്ലെങ്കിൽ ഗോവിന്ദനിലേക്കുള്ള ഗീതുവിൻ്റെ അകലം കുറയും തോറും ഗോവിന്ദൻ ആ അകലം കൂട്ടിക്കൊണ്ടേയിരിക്കുക, ഗീതു തന്നിലേക്ക് അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവർക്കിടയിലുള്ള ആ ഒരു പ്രണയം അത് ഗോവിന്ദൻ ശരിക്കും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തലയിൽ ഇടുത്തി എന്നതുപോലെ ആ ആൾ അങ്ങോട്ടേക്ക് വരുന്നത്. അതായത് ഗീതുവിൻ്റെ കയ്യിൽ അന്ന് ആമാടപ്പെട്ടി ഏൽപ്പിച്ചിട്ട് പോയ പെൺകുട്ടി. ആ പെൺകുട്ടി അറക്കൽ തറവാട്ടിലേക്ക് വരുന്നു, അതുപോലെ തന്നെ ഏജിയൻ ഗ്രൂപ്പിലേക്ക് വരുന്നു. അവിടെ വന്നു കഴിയുമ്പോൾ ഗോവിന്ദൻ ആ പെൺകുട്ടിയെ കാണുന്നു. കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ ഞെട്ടിപ്പോവുക. കാരണം ആ പെങ്കൊച്ച് ആരാണെന്നുള്ള സത്യം ഇവരെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞെട്ടിത്തായിട്ട് പോകും. അങ്ങനെ അറക്കലെത്തി ഗോവിന്ദനെയും ഗീതുവിനെയും കാണാൻ കഴിയാത്ത പെൺകുട്ടി അവിടെ നമ്മുടെ കമ്പനിയിലേക്ക് വന്നു. കമ്പനിയിലേക്ക് വന്ന സമയത്ത് ഗോവിന്ദൻ്റെ മുന്നിൽ വെച്ച് ഗീതു ഈ പെൺകുട്ടിയെ കണ്ടു. ഈ പെൺകുട്ടിയെ കണ്ട മാത്രമേ നമ്മുടെ ഗീതു തിരിച്ചറിഞ്ഞു, ഈ കുട്ടിയല്ലേ അന്ന് എൻ്റെ കയ്യിൽ ആമാടപ്പെട്ടി തന്നിട്ട് പോയത്, ഇവള് തന്നെയാണല്ലോ എൻ്റെ കയ്യിൽ ആമാടപ്പെട്ടി തന്നിട്ട് പോയത്. ഇവളും അല്ലെങ്കിൽ ഗോവിന്ദനും തമ്മിൽ എന്തായിരിക്കും ബന്ധം, ഇവൾ അറക്കലെ ആരായിരിക്കും? ഇതൊക്കെ ഗീതുവിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. ഗോവിന്ദനാണെങ്കിൽ ഉള്ളിൽ പഞ്ഞി വെച്ചാൽ കത്തും, അമ്മാതിരി പേടിയും കാര്യങ്ങളുമായിട്ട് ഗോവിന്ദൻ. ആരും തിരിച്ചറിയരുതേന്ന്. അങ്ങനെ അറക്കലിൻ്റെ യഥാർത്ഥ അവകാശി എന്നുള്ള രീതിയിലാണ് ആ പെങ്കൊച്ച് വന്നിരിക്കുന്നത്. ഇനി രാധികയൊക്കെ പഠിക്ക് പുറത്താകുമോ? ഗോവിന്ദൻ്റെ സ്ഥാനം പോലും പഠിക്ക് പുറത്താകുമോ? അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു നൂറുകൂട്ടം സസ്പെൻസ് നിറഞ്ഞൊരു മുഹൂർത്തങ്ങളിലൂടെയാണ് അടുത്ത ദിവസത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാം. എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ.